നിയമസഭാ കക്ഷിയോഗം നാളത്തേക്ക് മാറ്റിയെന്ന് ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ കൂടിക്കാഴ്ച തുടരുന്നു. കൂടിക്കാഴ്ച അരമണിക്കൂർ പിന്നിട്ടു. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത് ലാലിലേക്ക് എത്താം. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് KC വേണുഗോപാൽ എത്തിയിരുന്നു. അങ്ങനെ കൂടിക്കാഴ്ച നടക്കുകയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ നിയമസഭാ കക്ഷിയോഗത്തിന്റെ സമയമൊക്കെ മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ വന്നത്. ദീപാദാസ് മുൻഷി വൈകിട്ടത്തോടുകൂടിയേ എത്തുകയുള്ളൂ, ചാർട്ടേഡ് വിമാനത്തിൽ എത്തുകയുള്ളൂ എന്ന വാർത്തകൾ വന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇന്ന് നടക്കേണ്ട ഒരു നിയമസഭാ കക്ഷിയോഗം നാളത്തേക്ക് മാറ്റി എന്നുള്ളതാണ്. അതായത് ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ആരെയൊക്കെ തണുപ്പിക്കാൻ കഴിയുന്നില്ല ഹൈക്കമാൻഡിന്. ഏതൊക്കെയോ തീരുമാനങ്ങളിൽ ഇപ്പോഴും കൺഫ്യൂഷൻ നിലനിൽക്കുന്നു. ഇന്നലത്തെ ഖാർഗെ രാഹുൽ ഗാന്ധി ചർച്ചയിൽ പോലും അതിൽ ഉരുത്തിരിഞ്ഞ പേരിലേക്ക് എത്താൻ, അതിലൊരൊറ്റ നിലപാടിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത പദവിയിലുള്ള നേതാക്കൾ ആരെയൊക്കെയോ ഭയക്കുന്നോ, എന്തൊക്കെയോ അവർക്ക് കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇനി ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്ന ചോദ്യങ്ങൾ പ്രസക്തമായി നിലനിൽക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് KC വേണുഗോപാൽ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ചർച്ച തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. പക്ഷേ ചർച്ചയിലെ തീരുമാനങ്ങൾ എന്താണെന്നറിയില്ല. ശരത്ത്, എന്താ സംഭവിക്കുന്നത്? ശരത്ത്, ഇന്നും ഒരു തീരുമാനം വരില്ലേ? സേതുലക്ഷ്മി, ഇത് വളരെ കണ്ണെന്ന് ഇപ്പോൾ ചർച്ച തുടരുകയാണ്. ദീപാദാസ് മുൻഷിയോട് വരുന്നു. അപ്പോൾ നേരത്തേക്ക് മാറ്റുമോ എന്നൊന്നായിരുന്നു നിയമസഭാ കക്ഷിയാണ്, ഇവർക്ക് അവിടെ എത്തണം, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ മാറ്റില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ നിയമസഭാ കക്ഷിയോഗം നാളത്തേക്ക് മാറ്റുന്ന യാതൊരു പ്രശ്നമില്ലെന്നാണ് 10-ാം നമ്പർ ജനബൽ ഇപ്പോൾ നമുക്ക് ലഭിച്ച മനസ്സിലായത്. ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ KC വേണുഗോപാൽ ഇപ്പോൾ അരമണിക്കൂറായി ചർച്ച നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ചർച്ച തുടരുകയാണ്. ദീപദാസ് മുൻഷിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ അല്പസമയം മാറ്റുമല്ലേ നാളേക്ക് മാറ്റുമെന്നായിരുന്നു നേരത്തെ ഇവിടെ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങൾ. എന്നാൽ മാറ്റില്ല എന്നിപ്പോൾ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. നിയമസഭാ കക്ഷി യോഗം മാറ്റുന്ന പ്രശ്നമില്ല, നാളേക്ക് മാറ്റുന്ന പ്രശ്നമില്ല, ഇന്ന് തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുമ്പിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ കക്ഷി യോഗം മാറ്റില്ല. നേരത്തെ ഇന്നലെ ഒരു 3/4 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി കൂടി എത്തി അവിടെ നടന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം അവിടേക്ക് ജയറാം രമേശിനെ പോലെ മുതിർന്ന നേതാവ് അവിടേക്ക് വരുന്നു. പിന്നീട് ജയറാം രമേശും ഖാർഗെയുമായി സംസാരിക്കുന്നു. പിന്നീട് ജയറാം രമേശ് തന്നെ പുറത്തു വന്ന് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് നാളെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന്. അതിനർത്ഥം നേതാക്കളൊക്കെയും ഒരൊറ്റ പേരിലേക്ക് എത്തിയെന്നായിരുന്നു. പിന്നീട് വന്ന വാർത്തകളൊക്കെയും ഹൈക്കമാൻഡ് തീരുമാനിച്ച പേര് ഒരു സീൽഡ് കവറിലാക്കി അത് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ ദീപാദാസ് മുൻഷി എത്തും, ആ സീൽഡ് കവർ പൊട്ടും, അതിനുശേഷം മുഖ്യമന്ത്രി ആരെന്ന് നമ്മൾ അറിയും. അതായിരുന്നു ഇതുവരെ വന്ന വാർത്ത. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിൽ വീണ്ടും സംഭവ വികാസങ്ങൾ നടക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് KC എത്തിയതിന് പിന്നാലെയാണ് ഈ വാർത്തകളൊക്കെ പരന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇത്ര കണ്ട് ചർച്ച ചെയ്യാൻ എന്ത് വിഷയമാണ് ഇവിടെ ഉള്ളത് എന്ന കാര്യത്തിൽ മനസ്സിലാകുന്നില്ല ശരത്ത്. കാരണം കഴിഞ്ഞ 11 ദിവസമായി ചർച്ചയോട് ചർച്ചയാണ്. സേതുലക്ഷ്മി, അതുതന്നെയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുമ്പോൾ KC പിന്മാകാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമേൽ സമ്മർദ്ദം, KCയുടെ സമ്മർദ്ദമുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്ര കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അരമണിക്കൂറിൽ ഇപ്പോൾ 40 മിനിറ്റ് ആവുന്നു രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട്. അതായത് മുഗൾ വാസനിക്കും അതേപോലെ തന്നെ നിരീക്ഷകരും ഒക്കെ ദീപദാസ് മുൻഷിയൊന്നും കേരളത്തിലേക്ക് പിന്നെ വിമാനം കയറിയിട്ടില്ല. അപ്പൊ ഈ തരത്തിൽ ഭയങ്കര സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ടാണ് നിയമസഭാ കക്ഷിയോഗം നാളേക്ക് മാറ്റാനുള്ള സമ്മർദ്ദമാണ് പിന്നെ KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു തരത്തിൽ അത് നാളേക്ക് മാറ്റുമെന്നൊരു വാർത്തകൾ ഉണ്ടായിരുന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്നത് നിയമസഭാ കക്ഷിയോഗം മാറ്റില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ കക്ഷിയോഗം നാളേക്ക് മാറ്റുന്ന പ്രശ്നമില്ല. ഈ സമ്മർദ്ദം KC വേണുഗോപാൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 3 ദിവസമായി അനുനയിപ്പിക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്?
എഴുന്നേൽപ്പിക്കുള്ള ശ്രമം പാളി എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. കാരണം കെ സിയെ സംബന്ധിച്ചോളം കെ സി വാശിയിലാണ്. ഇന്ന് നേരിട്ട് കണ്ട് രാഹുൽ ഗാന്ധിയുടെ അതായത് ജനപഥിലല്ല, 10ാം നമ്പർ ജനപഥിലല്ല രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നത്. രാഹുൽ ഗാന്ധിയുടെ സൊനാരി ബാഗിലെ വീട്ടിലാണ് എന്നത് പ്രത്യേകം എടുത്തു പറയണം. കാരണം കൂടുതൽ അവിടെ 10ാം നമ്പർ ജനപഥിൽ പ്രിയങ്ക ഗാന്ധിയുണ്ട്. ആ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കൂട്ടിച്ചേർത്തക്ക അല്ലെ ഒരു സമ്മർദ്ദത്തിന് വില പോകാൻ വളരെ വിഷമമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രധാനമായും ലഭിക്കുന്ന വാർത്ത സമ്മർദ്ദം കേസ് തുടരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിൽ മാറ്റമില്ല എന്ന നിലപാട് രാഹുൽ ആവർത്തിക്കുന്നു എന്നതാണ്. നേരത്തെ നമുക്ക് അല്പസമയം മുമ്പ് ലഭിച്ച വാർത്ത അനുസരിച്ച് നിയമസഭാ കക്ഷി യോഗം മാറ്റാം, നാളേക്ക് മാറ്റാം എന്ന് രാഹുൽ സമ്മതിച്ചു എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് നിയമസഭാ കക്ഷി യോഗം മാറ്റില്ല എന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി നിയമസഭാ കക്ഷി യോഗം ഇന്ന് തന്നെ ഉണ്ടാകും, ഇന്ന് തന്നെ മുഖ്യമന്ത്രിയും അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.